നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയുള്ള ഏതാണ്ട് 1 മണിക്കൂർ സമയം ഇന്നിതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലൂടെ, ചില പ്രത്യേക റിപ്പോർട്ടുകളിലൂടെ, പതിവ് സെഗ്മെന്റുകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോകും. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക്, ജനങ്ങളുടെ പ്രതികരണ വേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഒരുമിച്ചുള്ള വാർത്താ യാത്ര ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷകർക്കും ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, വാർത്തകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. നമ്പർ ഇതാണ്: 048428300510. പ്രേക്ഷകരുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. നമ്പർ ഒരിക്കൽ കൂടി: 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് 24-ലൂടെ നാടറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിൽ സൈനികൻ ഉൾപ്പെടെ 4 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ സൈനികൻ വിഷ്ണു അടക്കം 4 പേരെയാണ് മധുക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുഴൽപ്പണ സംഘമാണെന്ന് കരുതിയാണ് യുവാക്കളെ പ്രതികൾ ആക്രമിച്ചത്. 2 പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം പരാതി പറയാനെത്തിയ യുവാക്കളെ കളിയാക്കി വിട്ട കുന്നത്തുനാട് പോലീസിനെതിരെ അന്വേഷണം നടക്കും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എറണാകുളം റൂറൽ SP യുവാക്കളെ വിളിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തിരക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. റിപ്പോർട്ട് കാണാം. സേലം കോയമ്പത്തൂർ ദേശീയപാതയിലാണ് മലയാളികൾ സഞ്ചരിച്ച വാഹനം ഹൈവേ റോബറി സംഘം തടഞ്ഞു നിർത്തി തല്ലി തകർത്തത്. കേസിൽ അറസ്റ്റിലായ 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിലാണ് സൈനികനടക്കം 4 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രാസ് റെജിമെന്റിലെ സൈനികൻ വിഷ്ണു ഉൾപ്പെടെയുള്ള 4 സംഘമാണ് പോലീസ് പിടിയിലായത്. ഈ മാസം 14-ാം തീയതി കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഓഫീസ് ആവശ്യത്തിനുള്ള കമ്പ്യൂട്ടറുകൾ വാങ്ങി യാത്ര ചെയ്ത മലയാളികളെ കോയമ്പത്തൂർ ബൈപ്പാസിലെ ടോൾ ബൂത്തിന് സമീപം ഹൈവേ റോബറി സംഘം ആക്രമിച്ച വാർത്ത 24 ആണ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അക്രമികൾ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് യുവാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. 2 ഇന്നോവ കാറ്, ഒരു എത്തിയോസ്. ഇവർ 3 പേരും വന്നിട്ട് നമ്മുടെ വണ്ടീനെ കൊണ്ട് ഫസ്റ്റ് ഇന്നോവ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തു. രണ്ടാമത്തെ ഇന്നോവ റൈറ്റ് സൈഡ് ഡോറിൻ്റെ അവിടെ വെച്ചു. എത്തിയോസ് ബാക്കിലും വെച്ച് നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നിട്ട് വണ്ടിയിൽ നിന്ന് എല്ലാവരും ഒരു 8-10 പേരെന്തായാലും ഉണ്ട്. അവരെല്ലാവരും ഇറങ്ങിയത് മൊത്തം മുഖം മൂടിയായിരുന്നു. ഫുള്ള് മാസ്ക് ഇട്ട്, കണ്ണ് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്ന സംഘമെന്ന് കരുതിയാണ് പ്രതികൾ യുവാക്കളുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേശ് ബാബു, വിഷ്ണു, അജയകുമാർ എന്നിവരെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂരിലെ അക്രമ സംഭവം നാട്ടിലെത്തിയ ശേഷം യുവാക്കൾ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പരാതി കേട്ട ശേഷം തങ്ങൾ എന്തു ചെയ്യണമെന്നാണ് കുന്നത്തുനാട് സ്റ്റേഷനിലെ പോലീസുകാർ യുവാക്കളോട് ചോദിച്ചത്. ഈ വിവരം വാർത്തയായതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആലുവ റൂറൽ SP DYSPക്ക് നിർദ്ദേശം നൽകി. യുവാക്കളെ വിളിച്ച് SP വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. സേലം കോയമ്പത്തൂർ ദേശീയപാതയിൽ വാഹനയാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടുന്നത് പതിവാക്കിയ സംഘമാണ് പിടിയിലായതെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. മധുക്കര പോലീസ് പിടികൂടിയ 4 പ്രതികളിൽ ഒരാൾ സൈനികനാണ്. ചിറ്റൂർ സ്വദേശി വിഷ്ണു ജോലി ചെയ്യുന്നത് മദ്രാസ് റെജിമെന്റിലാണ്. അവധിക്ക് വന്ന ശേഷം വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചാൽ കിട്ടുന്ന പണമായിരുന്നു പ്രതികളുടെ പ്രധാന ലക്ഷ്യം. കേസിൽ പിടിയിലാകാനുള്ള 2 പ്രതികളെ കൂടി കിട്ടുന്നതോടെ ഹൈവേ കേന്ദ്രീകരിച്ച് നടന്ന പല മോഷണങ്ങളുടെയും ചുരുളഴിയ കഥകൾ തെളിയുമെന്നാണ് പോലീസിൻ്റെയും പ്രതീക്ഷ. ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.
കമന്റ് ബോക്സിലേക്ക് പോയാൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് പേർ ചോദിക്കുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സംശയം ഈ പൊറോട്ട അമിതമായി കഴിച്ചാൽ പശുക്കൾ ചാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ്. കൊല്ലം വെളിനല്ലൂരിൽ തീറ്റയിൽ പൊറോട്ട അമിതമായി നൽകിയതിന് പിന്നാലെ 5 പശുക്കൾ ചത്തു എന്നുള്ള വാർത്തയാണ് അങ്ങനെ ഒരു ചോദ്യത്തിന് കാരണമായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതലാണ് പശുക്കൾ കുഴഞ്ഞു വീണ് തുടങ്ങിയത്. പശുക്കൾക്ക് നൽകിയ തീറ്റയിൽ അമിതമായി പൊറോട്ടയും ചക്കയും ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. പശുക്കളെ നഷ്ടപ്പെട്ട കർഷകന് നഷ്ടപരിഹാരത്തിനുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ മരണകാരണവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി വിശദമായി പറയാൻ അറിയില്ല. അതെന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് പരിശോധിക്കട്ടെ. അതിനുശേഷം ഒരു വ്യക്തത വരുന്ന മുറയ്ക്ക് അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ വാഹന പരിശോധനയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചിട്ട് വണ്ടിയും കൊണ്ട് അതിവേഗത്തിൽ കടന്നു കളയുക. എന്തുമാത്രം ധൈര്യം വേണം ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ? അങ്ങനെയൊരു ദൗർഭാഗ്യകരമായ സംഭവം ഇന്നലെ പാലക്കാട് തൃത്താലയിൽ നടന്നു. രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിനെയാണ് ഒരു 19-കാരനും സംഘവും ഇടിച്ചിട്ട് കടന്നു കളഞ്ഞത്. പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ഗ്രേഡ് SI ശശികുമാർ ചികിത്സയിൽ തുടരുകയാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ് ഇന്നലെ തൃത്താല വെള്ളിയാങ്കല്ലിൽ നടന്നത്. സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ ബലത്തിലായിരിക്കണം ആ യുവാക്കൾ ഈ പേക്കൂത്തുകളൊക്കെ കാണിച്ചുകൂട്ടിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു തൃത്താല വെള്ളിയാങ്കല് മംഗലം ഭാഗത്ത് വെച്ച് യുവാക്കൾ കാർ ഉപയോഗിച്ച് SIയെ ഇടിച്ച് കടന്നു കളഞ്ഞത്. ആളൊഴിഞ്ഞ കാർ ശ്രദ്ധയിൽപ്പെട്ട് അടുത്തേക്കെത്തിയ SI ശശികുമാറിനെയും സംഘത്തെയും കണ്ട് യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. അവിടെ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ചു പോകുന്നത്. മേഖലയിലെ യുവാക്കളുടെ സംഘം ചേരൽ പതിവാണെന്നാണ് കാറിടിക്കൽ സംഭവത്തിന്റെ ദൃക്സാക്ഷി സുരേന്ദ്രൻ പറയുന്നത്. കാറ് കൊണ്ട് നിൽക്കണ്ടിട്ട് പോലീസ് വണ്ടി അവിടുന്ന് വന്നു. പോലീസ് വണ്ടി മുൻപിൽ നിർത്തിയ നേരത്തെ ഈ ഒരു റിവേഴ്സ് എടുത്തിട്ട് പോയതാണ്. അപ്പോൾ നേരത്തെ അപ്പോഴേക്ക് SI ഇറങ്ങിയിട്ട് കൈ കാണിക്കാൻ വണ്ടി തടയാൻ വേണ്ടി നോക്കിയതാണ്. രാത്രി എന്നല്ല, ഏതാണ്ട് എല്ലാ സമയങ്ങളിലും ഇങ്ങനെയുള്ള ഈ യാത്രക്കാർ റെസ്റ്റ് ചെയ്യാൻ വരുന്നുള്ള മട്ടിലിങ്ങനെ ഇവിടെ വരാറുണ്ട്. എന്നല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. പട്ടാമ്പിയിൽ വെച്ചാണ് മുഖ്യപ്രതി അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. SIയെ വാഹനമിടിക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷാണെന്ന് അലൻ മൊഴി നൽകി. അജീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള പോളോ വോക്സ്വാഗൺ കാർ SIയെ ഇടിച്ച ശേഷം അമിത വേഗത്തിൽ കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഗ്രേഡ് SI ശശികുമാർ കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്നത് ഒന്നു മാത്രമാണ്: കുറ്റക്കാർക്ക് ശക്തമായ തക്കതായ ശിക്ഷ നൽകുക. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. വൈപ്പിനിൽ വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്രമിച്ച കേസ്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അതിലിപ്പോൾ പ്രതികൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. മുഖ്യപ്രതി അടക്കം 2 പേരെയാണ് ഗോവയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, വീട്ടിൽ നിന്ന് തന്നെയുള്ള കൊട്ടേഷൻ എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പിടിയിലായവർ ആരാണ്? ഇവരുടെ പങ്കാളിത്തം എങ്ങനെ? പോലീസ് വിശദീകരിക്കുന്നത് ശ്യാംകുമാർ. റിജിത്ത് ഓട്ടോ ഡ്രൈവറായിരുന്ന ജയയെ ആക്രമിച്ച കേസിലെ കൊട്ടേഷൻ സംഘത്തിലെ 2 അംഗങ്ങളാണ് പിടിയിലായിരിക്കുന്നത്. ഇവരെ മഹാരാഷ്ട്ര ഗോവ അതിർത്തിയിൽ നിന്നാണ് റൂറൽ പോലീസിലെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. പോലീസ് ഇവരുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അവിടെ എത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ആ സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 3 സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പ്രതികളുമായി പോലീസ് സംഘം അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. അവർ ഉടൻ തന്നെ കേരളത്തിൽ എത്തുമെന്നുള്ളതാണ് അറിയുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അയാളുടെ അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ, അന്വേഷണം വേഗത്തിലാണ് പോകുന്നതെന്ന് ഞാറക്കൽ പോലീസ് അറിയിക്കുന്നുണ്ട്. അതിനിടെയാണ് കൊട്ടേഷൻ സംഘത്തിലെ 2 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയിട്ടുണ്ട്. ഇനിയും കൊട്ടേഷൻ സംഘത്തിലെ ഒരാളും കേസിലെ മുഖ്യപ്രതിയുടെ ഭർത്താവുമാണ് അറസ്റ്റിലാകാനുള്ളത്. അവരെയും അടുത്ത ദിവസം തന്നെ അറസ്റ്റിലാകുമെന്നാണ് പറയുന്നത്. കേസിൽ ആക്രമിക്കപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന ജയ നിലവിൽ ICUവിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. സർക്കാരിന്റെ ആ പ്രഖ്യാപനം പൊതുജനം അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാകുന്ന കാഴ്ചകൾ നമുക്കത്ര പുതിയതുമല്ല. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പൊടിപിടിച്ച് കിടക്കുന്നത് 3 ലക്ഷത്തോളം ഫയലുകളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഔദ്യോഗിക കണക്കാണിത്. കൂടുതൽ ഫയൽ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ വകുപ്പിലാണ്. 1.68 ലക്ഷം ഫയലുകൾ. സെക്രട്ടേറിയറ്റിൽ പ്രതിമാസം ശരാശരി 20,000 ഫയലുകൾ പുതുതായി എത്തുന്നുണ്ട് എന്നാണ് കണക്ക്. സംസ്ഥാനത്തെ ഫയൽ നീക്കത്തിൽ പ്രഖ്യാപനങ്ങൾ പലതുണ്ടായെങ്കിലും ഒന്നും യാഥാർത്ഥ്യമായില്ല. ഫയൽ തീർപ്പാക്കൽ യജ്ഞം വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും അതും നിലച്ചു. ഫയലും ജീവിതവും തമ്മിലുള്ള ബന്ധം നമ്മെ ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി തന്നെ അത് തുറന്ന് സമ്മതിക്കുന്നു. മെയ് മാസത്തെ കണക്ക് പ്രകാരം 2,99,425 ഫയലുകളാണ് സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് മുന്നിൽ, 1.68 ലക്ഷം ഫയലുകൾ. തൊട്ടുപിന്നിൽ പൊതുവിദ്യാഭ്യാസമാണ്, 35,000 ഫയലുകൾ. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് മൂന്നാം സ്ഥാനത്ത്, 20,000 ഫയലുകൾ. റവന്യൂ വകുപ്പിൽ 18,000-ഉം ആരോഗ്യവകുപ്പിൽ 15,000-ഉം എന്നിങ്ങനെയാണ് മറ്റ് കണക്കുകൾ. ഭരണതലത്തിലെ നൂലാമാലകളും ചുവപ്പ് നാടയും കീഴ്വഴക്കങ്ങളുമാണ് ഫയൽ നീക്കം ഇഴഞ്ഞു നീങ്ങാൻ കാരണം. തീരുമാനമെടുക്കാനുള്ള അധികാരപരിധി മുകൾ തട്ടിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള സംവിധാനവും ഫയൽ നീക്കത്തിന് തടസ്സമാകുന്നുണ്ട്. സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കുമിടയിൽ 2 തട്ടേ പാടുള്ളൂവെന്നാണ് സർക്കാർ ഉത്തരവ്. പൊതുഭരണ വകുപ്പിലടക്കം ഇത് നടപ്പാക്കി. എന്നാൽ ധനവകുപ്പിലെ ഭൂരിപക്ഷം സെക്ഷനുകളിലും 3 മുതൽ 5 തട്ടുകൾ വരെയുണ്ട്. ഇതാണ് ഫയൽ കുന്നുകൂടുന്നതിന് കാരണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ ഉദ്യോഗസ്ഥ അലംഭാവമുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. സർക്കാരിന് അത് ബോധ്യപ്പെട്ടിട്ടും നടപടി എങ്ങുമെത്തിയില്ല. പൊടിപിടിച്ച് കിടക്കുന്ന ഫയലുകളിൽ അനേക ജീവിതങ്ങൾ കാത്തിരിപ്പ് തുടരുകയാണ്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പത്തനംതിട്ട പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിൽ പാമ്പ്. ഇതുവരെ പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഉള്ള ശ്രമം അവിടെ തുടരുകയാണ്. സംഭവത്തിന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, എന്താണ് വിവരങ്ങൾ? ശ്രീത്ത്, രസകരമായ സംഭവമെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നും. പക്ഷേ സ്ഥിതി കുറച്ച് ഗുരുതരമാണ്. നല്ലൊരിനം പാമ്പാണെന്നാണ് പോലീസുകാർ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടി 2:50 ഇത്തരത്തിൽ പാമ്പ് ഗേറ്റ് കടന്ന് ആദ്യം അവിടുത്തെ ബാറ്ററി റൂമിലേക്ക് കയറാൻ ശ്രമിച്ചു. അതിനുശേഷം പല സ്ഥലങ്ങളിലൂടെ ഇഴഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസുകാർ ഉടൻ തന്നെ കണ്ടു. പക്ഷേ പോലീസുകാർക്കൊന്നും തന്നെ പാമ്പിന്റെ അടുത്തേക്ക് പോകാൻ പേടിയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പാമ്പ് കടിക്കുകയോ മറ്റോ ചെയ്യുമെന്നൊരു ഭയം അവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ ആരും അടുത്തേക്ക് പോയില്ല. പിന്നെ നോക്കുന്ന സമയത്ത് പാമ്പിനെ കാണാനുണ്ടായിരുന്നില്ല. എന്തായാലും പാമ്പ് ഈ പോലീസ് സ്റ്റേഷന്റെ കെട്ടിടത്തിനകത്ത് നിന്ന് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വനംവകുപ്പിന്റെ RRT സംഘമൊക്കെ വന്ന് ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് വിവരം. പോലീസുകാരൊക്കെ ഇപ്പോഴും ഏതാണ്ട് ആ മുറികളുടെ പരിസരത്ത് നിന്ന് മാറി നിൽക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും പാമ്പിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിനോ വനംവകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു മാളത്തിൽ, ഈ സ്റ്റേഷനകത്തെ ഏതോ ഒരു മാളത്തിൽ പാമ്പ് ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ്. പോലീസുകാർ ആകെ ഭയത്തിലുമാണ്. ശരി, ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ പാമ്പിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമം അവിടെ തുടരുകയുമാണ്. പുതുതായി പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് താനൂർ പോലീസിനെതിരെ പ്രതിഷേധ പ്രകടനവുമായി CPIM എന്നുള്ളൊരു വാർത്ത മലപ്പുറത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് താനൂർ നഗരത്തിൽ ഇപ്പോൾ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. CPIMന്റെ സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായി താനൂർ പോലീസ് പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പാർട്ടി അംഗത്തിന്റെ മകനെ മർദ്ദിച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ആരോപണം. നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIMന്റെ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഒരു വാർത്ത. മറ്റൊന്ന്, SIയെ ഇടിച്ചു തെറിപ്പിച്ച കേസ് പാലക്കാട് നിന്നുള്ള വാർത്തയാണ്. അതിന്റെ അന്വേഷണ ചുമതല ചാലിശ്ശേരി CIയിലേക്ക് നൽകിയിട്ടുണ്ട്. അന്വേഷണ ചുമതല ചാലിശ്ശേരി CIക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കസ്റ്റഡിയിലായിരുന്ന അലൻ അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരം പാലക്കാട്ട് നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമാണ്. അധ്യയന വർഷം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോഴും കലുഷിതമായി സ്കൂൾ വിദ്യാഭ്യാസ രംഗം. അധ്യയന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയതും അംഗീകരിക്കില്ല എന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ തീരുമാനം. ഇതോടൊപ്പം ഹെഡ്മാസ്റ്റർ നിയമനം നടത്താത്തതും തസ്തിക നിർണയം നടത്താത്തതും വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അധ്യയന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ഒരു വിഭാഗം അധ്യാപക സംഘടനകളുടെ കടുത്ത എതിർപ്പിന് ഇടയാക്കുന്നത്. സർക്കാർ തീരുമാനം സംഘടനകളുമായി കൂടിയാലോചിക്കാതെയാണെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു.
മാത്രമല്ല ശനിയാഴ്ചകൾ കൂട്ടത്തോടെ പ്രവൃത്തി ദിവസമാക്കുന്നത് കുട്ടികളുടെ കലാകായിക പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ആശങ്ക ഉയരുന്നുണ്ട്. സ്കൂൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ അധ്യാപക സമരം പതിവുള്ളതല്ല. എന്നാൽ ഇത്തവണ അധ്യയനം 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ സമരത്തിലേക്ക് നീങ്ങി. ഇന്നലെ പ്രവൃത്തി ദിവസമാക്കിയുള്ള തീരുമാനത്തോട് ജോലി ബഹിഷ്കരിച്ചാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ പ്രതികരിച്ചത്. തീരുമാനത്തോട് CPI അധ്യാപക സംഘടനയും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒരു കൂടിയാലോചനയുമില്ലാതെയാണ് എല്ലാ ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമാക്കാൻ തീരുമാനിച്ചതെന്നാണ് ആരോപണം. ശനിയാഴ്ചകളിലാണ് കുട്ടികളുടെ കലാകായിക പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കുമ്പോൾ ഇത് ഇല്ലാതെയാകും. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ശനിയാഴ്ചയാണ്. 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ എല്ലാ ശനിയാഴ്ചയും സ്കൂളിലെത്തണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ശനിയാഴ്ച അവധി നൽകിയിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് ഹെഡ്മാസ്റ്റർ നിയമനത്തിലെ മെല്ലെപ്പോക്ക്. ഇപ്പോൾ 2021 മുതൽ സംസ്ഥാനത്തെ പ്രൈമറി സ്കൂളുകളിൽ ഹെഡ്മാസ്റ്റർമാരായി നിയമിക്കപ്പെടുന്നത് താൽക്കാലികമായിട്ടാണ്. ഇവർക്ക് ശമ്പള സ്കെയിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ശമ്പള സ്കെയിൽ അനുവദിക്കാൻ ട്രിബ്യൂണൽ ഉത്തരവിനെ തുടർന്ന് സർക്കാർ ഉത്തരവിറക്കി പലയിടത്തും നടപ്പിലാക്കി. എന്നാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം സബ് ജില്ലകളിലും ഹെഡ്മാസ്റ്റർമാർക്ക് ശമ്പള സ്കെയിൽ അനുവദിച്ചു എന്നുള്ളതല്ലാതെ വാർഷിക ഇൻക്രിമെന്റ്, സമയബന്ധിത ഗ്രേഡ് തുടങ്ങിയവയൊന്നും ഇതുവരെ അനുവദിച്ചിട്ടില്ല. CPIM അനുകൂല സംഘടനയായ KSTA മാത്രമാണ് 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കാനുള്ള തീരുമാനത്തോട് അനുകൂലമായി പ്രതികരിച്ചത്. ചില കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ എയ്ഡഡ് സ്കൂളുകളും സർക്കാർ തീരുമാനം അംഗീകരിച്ചിട്ടില്ല. സർക്കാർ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ്, ലീഗ് അനുകൂല സംഘടനകളുടെ തീരുമാനം. KER ചട്ടവും ഹൈക്കോടതി നിർദ്ദേശവും അനുസരിച്ചാണ് അധ്യയന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. അധ്യാപകർ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യർത്ഥന. എന്നാൽ പ്രത്യക്ഷ സമരത്തിനും കോടതിയെ സമീപിക്കാനുമുള്ള പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ തീരുമാനം വരും ദിവസങ്ങളിൽ അധ്യയന രംഗത്തെ കൂടുതൽ കലുഷിതമാക്കും. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തട്ടിപ്പ് വാർത്തകൾ നാട്ടിൽ അനുദിനം വർദ്ധിക്കുകയാണ്. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാണാം ശുദ്ധ തട്ടിപ്പ്. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട് എന്ന് പ്രേക്ഷകർക്കറിയാം. മലപ്പുറത്ത് നിന്ന് ഇന്നും പുറത്തു വന്നു തെരുവുനായ ശല്യത്തിന്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ജീവൻ ഭയന്ന നാട്ടുകാർ ഓരോ ദിവസവും തള്ളി നീക്കുമ്പോൾ അത് തടയാനുള്ള പദ്ധതികളിൽ തട്ടിപ്പ് കൂടി നടത്തിയാലോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. തെരുവുനായ വന്ധ്യംകരണത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ നടന്നത് സമാനതകളില്ലാത്ത അഴിമതി എന്നാണ് ആരോപണം. തെരുവുനായ വന്ധ്യംകരണത്തിന് 4 വർഷം കൊണ്ട് കൊച്ചി കോർപ്പറേഷൻ ചെലവാക്കിയത് 93 ലക്ഷം രൂപയാണ്. ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്തെന്നാൽ കേവലം 1443 തെരുവുനായ്ക്കൾക്ക് വേണ്ടിയാണ് ഈ തുക വിനിയോഗിച്ചത്. തൃക്കാക്കര നഗരസഭയിലും കോഴിക്കോട് കോർപ്പറേഷനിലും നായയൊന്നിന് 2000 രൂപയിൽ നടപ്പാക്കിയ പദ്ധതി. എന്നാൽ കൊച്ചിയിലെത്തുമ്പോൾ ഇവിടെ കണക്കുകൾ ഹൈടെക് ആണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് കൊച്ചി കോർപ്പറേഷനിൽ തെരുവുനായ്ക്കളെ വന്ധീകരിക്കാനായി ചെലവാക്കിയത് 93 ലക്ഷം രൂപയാണ്. ഒരു തെരുവുനായ്ക്കായി ശരാശരി 6450 രൂപയാണ് ചെലവഴിച്ചത്. ഇങ്ങനെ കഴിഞ്ഞ 4 വർഷത്തിനിടെ 1443 നായകളെയാണ് വന്ധ്യീകരണം നടത്തിയത്. തൃക്കാക്കര നഗരസഭയിൽ ഒരു നായയെ വന്ധ്യീകരിക്കാൻ 2100 രൂപയും കോഴിക്കോട് കോർപ്പറേഷനിൽ 2192 രൂപയും ചിലവാക്കുന്നിടത്താണ് കൊച്ചി കോർപ്പറേഷൻ ഇത്രയധികം തുക ചെലവാക്കിയിരിക്കുന്നത്. കണക്കുകൾ ഇങ്ങനെ: 2020-21 350 നായകളെ വന്ധ്യംകരിച്ചു. ചിലവ് 24.54 ലക്ഷം രൂപ. 2021-22 575 നായകളെ വന്ധ്യംകരിച്ചു. 20.4 ലക്ഷം രൂപയാണ് ചിലവായിരിക്കുന്നത്. 2022-23 375 നായകൾക്കായി 25.32 ലക്ഷം രൂപയും 2023-24 143 നായകൾക്കായി 22.77 ലക്ഷം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നതെന്നും വിവരാവകാശ രേഖ. പദ്ധതിക്ക് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും വിവരാവകാശ പ്രവർത്തകനായ MK ഹരിദാസ് പറഞ്ഞു. കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലുള്ള
തെരുവ് പട്ടികളെ വന്ധീകരിക്കാൻ ഒരു പട്ടിക്ക് 6500 രൂപ ചിലവാക്കിയപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ അത് 2100 രൂപയ്ക്കും 2200 രൂപയ്ക്കും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു കണക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ എന്തുകൊണ്ട് 6500 രൂപ ചിലവായി? അതും 2024 നാളിതുവരെ വന്ധീകരിച്ച് 155 തെരുവ് പട്ടികൾക്കായിട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഒരു പട്ടിക്ക് 15000 രൂപ എന്ന കണക്കിലാണ്. തെരുവ് നായകൾക്കായി കൊച്ചി കോർപ്പറേഷൻ ഇതുവരെ ഒരു ഷെൽട്ടർ പോലും ആരംഭിച്ചിട്ടില്ല. കൊച്ചിയിൽ എത്ര തെരുവ് നായകൾ ഉണ്ട് എന്നതിന്റെ ഏകദേശ കണക്ക് പോലും കോർപ്പറേഷന്റെ പക്കലില്ല. മറ്റിടങ്ങളിലെ നായകൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കൊച്ചി നഗരത്തിലെ നായകൾക്ക് മാത്രമായുള്ളത്? മിണ്ടാപ്രാണികളുടെ പേരിൽ പോക്കറ്റ് നിറയ്ക്കുന്നവർക്കെതിരെ കൃത്യമായ അന്വേഷണമാണ് വേണ്ടത്. വിനീത VG 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ്. തെങ്ങുകൾ അനധികൃതമായി മുറിച്ചുമാറ്റിയെന്നാരോപിച്ച ആലപ്പുഴ ചെത്തിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നു. റവന്യൂ പുറമ്പോക്കിലെ തെങ്ങുകളാണ് മുറിച്ചുമാറ്റിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തടി കൊണ്ടുപോകാനെത്തിയ 2 ലോറികൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മരമുറിക്ക് പിന്നിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നാണ് ആരോപണം. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് വിവരങ്ങൾ? മനീഷ്, റിജിത്ത്, ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ഈ വെട്ടം പോയ സമയത്താണ് അവിടെ ആളുകൾ എത്തി മരങ്ങൾ മുറിച്ചത്. സ്വകാര്യ വ്യക്തിയാണ് മരങ്ങൾ മുറിച്ചതെന്നാണ് അറിയുന്നത്. 27 തെങ്ങുകൾ മുറിച്ചു മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ചെത്തി കടപ്പുറത്താണ് ഈ സംഭവം. കാറ്റാടി എന്ന സ്ഥലത്താണ് ഈ സംഭവം. മാരാരിക്കുളം പഞ്ചായത്ത് 8ാം വാർഡിലാണ്. 27 തെങ്ങുകൾ മുറിച്ചു മാറ്റി 2 ലോറികളിലാക്കി കൊണ്ടുപോകുന്ന സമയത്താണ് നാട്ടുകാർ അവിടെ എത്തി പ്രതിഷേധിച്ചത്. ഈ വാഹനം തടഞ്ഞു. പിന്നീട് അവിടെ അർത്തുങ്കൽ പോലീസ് സ്ഥലത്തെത്തി. ഇത് റവന്യൂ പുറമ്പോക്കിൽ, അതായത് സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണ്, തെങ്ങുകളാണ് അനധികൃതമായി മുറിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ വിഷയത്തിൽ നാട്ടുകാർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി ഈ 2 ലോറികളും പോലീസ് പിടിച്ചെടുത്തു. ഒപ്പം തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഈ ലോറി ഡ്രൈവറെയും മരം മുറിക്കാൻ എത്തിയ ആളുകളെയും കസ്റ്റഡിയിലെടുത്തു. നിലവിൽ നാട്ടുകാരും പ്രതിഷേധിക്കുന്ന ആളുകളും പറയുന്നത് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റിന്റെ ഒത്താശയോട് കൂടിയാണ് ഈ തെങ്ങുകൾ മുറിക്കുന്നതെന്നാണ്. CPIM ഭരിക്കുന്ന പഞ്ചായത്താണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത്. ഇവിടെയാണ് തീരദേശ മേഖലയിലെ 27 തെങ്ങുകൾ അനധികൃതമായി സർക്കാർ ഭൂമിയിലെ മുറിച്ചെന്ന ആരോപണത്തിൽ വലിയ പ്രതിഷേധം തുടരുന്നത്. ഇതിൽ മുറിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിലവിൽ ഇപ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. അവിടെ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. റീജിത്ത്. ശരി, മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കമന്റ് ബോക്സിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ, അദ്ദേഹം ലക്ഷദ്വീപിൽ നിന്നാണ് സന്ദേശം അയക്കുന്നത്. ലക്ഷദ്വീപിലെ കൂടുതൽ വിവരങ്ങൾ, കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൂടെ, അവിടെ ഒരു ബ്യൂറോ തുടങ്ങിക്കൂടെ എന്നുള്ള നിർദ്ദേശമൊക്കെ ഷുക്കൂർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. പാലക്കാട് തൃത്താലയിൽ പോലീസുകാരനെ കാറിടിപ്പിച്ച കേസിൽ പിടിയിലായ മുഖ്യപ്രതി അലൻ അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലനെ നാളെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. കേസിന്റെ അന്വേഷണം ചാലിശ്ശേരി CIക്ക് കൈമാറിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, പുതിയ വിവരങ്ങൾ എങ്ങനെ? നിഖിൽ, ശ്രീജിത്തെ, ഈ കേസിന്റെ അന്വേഷണ ചുമതല ചാലിശ്ശേരി CIക്ക് നൽകിയിരിക്കുകയാണ്. കസ്റ്റഡിയിലുണ്ടായിരുന്ന അലൻ അഭിലാഷിന്റെ അറസ്റ്റ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചാലിശ്ശേരി CIക്ക് കേസ് കൈമാറുന്ന സാഹചര്യം ഇത് വളരെ ഗൗരവത്തിലാണ് പോലീസ് കാണുന്നത്. കാരണം കൃത്യനിർവഹണത്തിനിടെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നു. അതിനുശേഷം ഈ വണ്ടി ഇടിച്ചു എന്ന് മനസ്സിലായതിനു ശേഷവും വാഹനം നിർത്താതെ കടന്നു പോകുന്നു. അവിടെ നിന്ന് വീട്ടിൽ വാഹനം പാർക്ക് ചെയ്ത് കടന്നു കളയുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്. എന്തിനാണ് യുവാക്കൾ അവിടെ തമ്പടിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ ചുമതല ചാലിശ്ശേരി CIക്ക് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മുഖ്യപ്രതിയായിട്ടുള്ള അലൻ അഭിലാഷിന്റെ 19-കാരൻ അലൻ അഭിലാഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. നാളെ ആലത്തൂർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതുവരെ ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ പ്രതികളിലേക്ക് അടക്കം ഈ യുവാവിനൊപ്പം ഉണ്ടായിരുന്ന പ്രതികളെയും ഇനി പിടികൂടേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകം പരിശോധിക്കുന്നു. ഇനി കേസ് ഡയറിയിലേക്ക്. ഇടുക്കി പൈനാവിൽ ഭാര്യാമാതാവിനെയും മകളെയും തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ പ്രതി തിരിച്ചെത്തി അവരുടെ വീടിന് തീവെച്ച സംഭവം ഞെട്ടിക്കുന്നതാണ്. വീട്ടിൽ ആരുമില്ലാത്തതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്. ആദ്യ കേസിൽ തന്നെ പ്രതിയെ പിടികൂടിയിരുന്നെങ്കിൽ രണ്ടാമത്തെ ആക്രമണം ഒഴിവാക്കാമായിരുന്നു എന്ന നാട്ടുകാരുടെ വിമർശനത്തിൽ കഴമ്പുണ്ട്. പൈനാവ് 56 കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ പ്രിൻസ് എന്നിവരുടെ വീടുകൾക്കാണ് നിരപ്പേൽ സന്തോഷ് തീവെച്ചത്. ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്.
2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെയാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന കൊടും ക്രൂരതയ്ക്ക് പ്രതി സന്തോഷ് ഇരയാക്കിയത്. ഭാര്യ പ്രിൻസി വിദേശത്ത് പോയതിന്റെ അമർഷമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പോലീസിൽ സന്തോഷ് മൊഴി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഭാര്യാമാതാവ് അന്നക്കുട്ടി നിരന്തരം വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നതായാണ് പ്രതി സന്തോഷ് പോലീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ തരത്തിലുള്ള വാക്കുതർക്കമുണ്ടായിരുന്നു. അതിന്റെ പരിസമാപ്തിയാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിലേക്ക് എത്തിയതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം. ജൂൺ 5-ാം തീയതി കയ്യിൽ കരുതിയ പെട്രോൾ കുപ്പിയുമായി 56 കോളനിയിലെ വീട്ടിലേക്ക് സന്തോഷ് എത്തുന്നു. ഇവിടെ വെച്ച് ഭാര്യാമാതാവായ അന്നക്കുട്ടിയുമായി വാക്കുതർക്കമുണ്ടാകുന്നു. അതിനുശേഷം കയ്യിൽ കരുതിയ പെട്രോൾ അന്നക്കുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. തൊട്ടടുത്ത് കിടന്നിരുന്ന ഭാര്യ സഹോദരന്റെ പുത്രിയുടെ ദേഹത്തേക്കും പെട്രോൾ വീണു. ഉടൻ തന്നെ തീ കൊളുത്തിയ ശേഷം പ്രതി സന്തോഷ് ആ വീട് വിട്ടിറങ്ങി. സ്വന്തം ബൈക്കെടുത്ത് മറ്റെങ്ങോട്ടോ പോവുകയായിരുന്നു. പ്രതി താമസിച്ചിരുന്നത്, ഒളിവിൽ കഴിഞ്ഞിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൃത്യം നടന്നതിന് ശേഷം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാത്തതിന്റെ അമർഷവും പ്രതിഷേധവും നാട്ടുകാർക്കുണ്ടായിരുന്നു. നമ്മളും അതിനകത്തൊക്കെ ഇടപെട്ട് കുറേ കാര്യങ്ങളായിട്ട് ഉദ്യോഗസ്ഥന്മാരോടും ജില്ലാ ഭരണകൂടത്തോടൊക്കെ നമ്മൾ അറിയിച്ചായിരുന്നു അതിൻ്റെ പ്രതിഷേധങ്ങൾ. കാരണം ഒരു വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന്. കാരണം അന്ന് ഇവിടെ ജനങ്ങൾ പറഞ്ഞതും നമ്മൾ പറഞ്ഞതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഈ ഭവിഷ്യത്ത് ഒഴിവാക്കാമായിരുന്നു. അന്നക്കുട്ടിയെയും 2 വയസ്സുകാരിയും തീ കൊളുത്തിയതിനു ശേഷം വീട് വിട്ടിറങ്ങിയ സന്തോഷ് കാണുന്ന കാഴ്ച, അന്നക്കുട്ടിയുടെ ദേഹത്ത് പടർന്നു പിടിക്കുന്ന തീ അവർ തന്നെ അണയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്നക്കുട്ടിയുടെ പരിക്ക് അത്ര ഗുരുതരമായിരിക്കില്ല എന്നതാണ് സന്തോഷ് കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ച അവരെല്ലാവരും തന്നെ വീട്ടിലുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ സന്തോഷ് തമിഴ്നാട്ടിൽ നിന്ന് ബൈക്കെടുത്ത് വരുന്നതും. എന്നാൽ സന്തോഷിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സന്തോഷിന്റെ ഭാര്യ സഹോദരന്റെ വീടും അന്നക്കുട്ടി താമസിച്ചിരുന്ന വീടുമാണ് തീ വെച്ച് നശിപ്പിച്ചത്. കയ്യിൽ കരുതിയിരുന്ന ഡീസൽ വീടുകൾക്കകത്തേക്ക് ഒഴിച്ചതിന് ശേഷം തുണി കത്തിച്ച് എറിയുകയായിരുന്നു. ഭാര്യമാതാവ് അന്നക്കുട്ടിയെ വകവരുത്തുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു പ്രതിക്കുണ്ടായിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യ ദിവസത്തെ സംഭവം നടന്നതിന് ശേഷം തമിഴ്നാട്ടിലെ സിന്ദൂരപുരം എന്ന ഗ്രാമത്തിലാണ് പ്രതി സന്തോഷ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇയാൾക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നും പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. ജൂൺ 5-ലെ കുറ്റകൃത്യത്തിന് ശേഷം പ്രതി ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ പോലീസ് പറയുന്നത് കൃത്യമായ അന്വേഷണം പോലീസ് നടത്തിയിരുന്നു എന്നാണ്. ജില്ലാ പോലീസ് മേധാവി തന്നെ ഇക്കാര്യം നേരിട്ട് പറയുന്നുമുണ്ട്. ഇത് കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. ഇതിലെ പ്രതിയുടെ ഭാര്യയെ വിദേശത്ത് ജോലിക്ക് അയച്ചിട്ടുള്ള വിരോധം മൂലം ജൂൺ 5-ന് ഈ പ്രതി ഭാര്യ വീട്ടുകാരുടെ വീട്ടിൽ കയറി അതിക്രമം കാണിക്കുകയും കൊല്ലാനുള്ള ദേഷ്യത്തോട് ഇൻറ്റൻഷനോടി വന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതിന് പേരിൽ നമ്മൾ 307 വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അതിനെ തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ ഒളിവിൽ താമസിക്കുകയാണ്. പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇന്നലെ വീണ്ടും പ്രതി ഈ വീട്ടിലോട്ട് വന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് വീട് കത്തിച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ വീണ്ടും ഒളിവിൽ പോകുന്നതായിട്ടുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തേനി പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രതി നമ്മൾ കസ്റ്റഡിയിലെടുത്തുള്ളത്. സന്തോഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അതിനുശേഷം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസിന്റെ നീക്കം. വലിയ തരത്തിലുള്ള പ്രതിഷേധം തെളിവെടുപ്പിനിടെ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയുടെ അകമ്പടിയോടുകൂടിയായിരിക്കും സന്തോഷിനെ തെളിവെടുപ്പിന് കൊണ്ടുപോവുക. ഒരു നാടൊന്നാകെ ഞെട്ടിയിരിക്കുകയാണ് സന്തോഷിന്റെ ക്രൂരകൃത്യത്തിൽ. 2 വയസ്സുകാരിക്ക് പൊള്ളലേറ്റത് തന്നെയാണ് ആ നാടിനെ കൂടുതൽ സങ്കടത്തിലാഴ്ത്തുന്നത്. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. തിരുവനന്തപുരം തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് കേസിൽ നടന്നത് ഞെട്ടിക്കുന്ന ക്രമക്കേടുകളാണ്. സസ്പെൻഷനിലായ സീനിയർ CPO അൻസിലിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി പാസ്പോർട്ട് നിർമ്മിച്ചു എന്നാണ് കണ്ടെത്തൽ. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ നിർമ്മിച്ചെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളുടെ അപേക്ഷ തുമ്പ പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് വ്യാജ പാസ്പോർട്ട് കേസിന്റെ ചുരുളുകൾ അഴിയുന്നത്. ഈ അപേക്ഷയിൽ സംശയം തോന്നിയ പോലീസ് ID പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനയിൽ ഈ ID വ്യാജമാണെന്ന് കണ്ടെത്തുന്നു. ഇതോടെയാണ്
അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ നടന്നത് തുമ്പ സ്റ്റേഷനിലെ സീനിയർ CPO അൻസിലിന്റെ ഒത്താശയോടെയാണെന്ന് വ്യക്തമായി. വ്യാജരേഖകൾ ഉണ്ടാക്കിയതും അൻസിലിന് അറിയാമായിരുന്നു. അതുമാത്രമല്ല, അപേക്ഷകളിലും അൻസിൽ വ്യാപകമായി ഇടപെട്ടു. പരിശോധനകളില്ലാതെ വെരിഫിക്കേഷൻ നടത്തി. തുമ്പ സ്റ്റേഷനിലെത്തിയ 20 അപേക്ഷകളിൽ 13 അൻസിലിന്റെ ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിച്ചു. തുമ്പ സ്റ്റേഷൻ പരിധിയിൽ വ്യാജ മേൽവിലാസമുണ്ടാക്കിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ ID കാർഡ് നിർമ്മിച്ചത് മണക്കാട് സ്വദേശി കമലേഷ്. വ്യാജ പാസ്പോർട്ടിനായി ആളുകളെ സംഘടിപ്പിച്ചത് വർക്കല സ്വദേശി സുനിൽകുമാർ. ക്രമക്കേടിന് കൂട്ടുനിന്നത് മണ്ണന്തല സ്വദേശി എഡ്വേർഡ്. ഇവർ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ മറ്റു 3 പേരും പോലീസ് കസ്റ്റഡിയിലുണ്ട്. 1 വർഷം CPO അൻസിൽ ജോലി ചെയ്ത കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. പാർട്ടി അംഗത്തിന്റെ മകനെ മർദ്ദിച്ചെന്നാരോപിച്ച് മലപ്പുറം താനൂരിൽ പോലീസിനെതിരെ CPIMന്റെ പ്രതിഷേധ പ്രകടനം. സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി താനൂർ പോലീസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, എന്താണ് CPIM പ്രാദേശിക നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പോലീസിന്റെ വിശദീകരണം എന്താണ് ഷഹദ്? റിജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് ഒരു കേസ് ഈ പാർട്ടി അംഗത്തിന്റെ മകനെതിരെ എടുക്കുന്നു. എന്നാൽ ഈ യുവാവ് പോലീസിൽ കീഴടങ്ങാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിലെത്തി ഈ യുവാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ CPIM ആരോപിക്കുന്നത്, അതായത് ഇത്തരത്തിൽ ഈ കൊണ്ടുപോകുന്ന സമയത്ത് യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് പോലീസ് കൊണ്ടുപോയത്. പോലീസിലെ ഒരു വിഭാഗം ഗുണ്ടകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ് ഈ പോലീസ് എന്നുള്ളതാണ്. മാത്രമല്ല, യുവാവിനെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് വസ്ത്രമിടാൻ അനുവദിച്ചിരുന്നില്ല. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ പെരുമാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും CPIM ആരോപിക്കുന്നത്. എന്നാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, യുവാവിനെതിരെ 2 തവണ വാറന്റ് പുറപ്പെടുവിച്ചതാണ്. പക്ഷേ യുവാവ് കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ പകൽ 11 മണിക്കാണ് യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയത്. ബാക്കി പാർട്ടി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ CPIM ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നൊരു കാര്യമാണ് പോലീസ് പറയുന്നത്. ശരി, ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. എന്നാൽ സഞ്ചാരികളുടെ പരദീസയായ നമ്മുടെ കേരളത്തിൽ അതിനെല്ലാമുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരാം. ഇല്ലെന്ന് അഭിപ്രായം പറയുന്നവരും ഉണ്ടെന്ന് അഭിപ്രായം പറയുന്നവരുമൊക്കെ ഉണ്ട്. കാൽനട യാത്ര പോലും സാധ്യമല്ലാതെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് വയനാട് മണിയങ്കോട് ചൂരിയാറ്റ റോഡ്. മഴ പെയ്തു തുടങ്ങിയതോടെ ചെളിക്കുളമായി റോഡ് മാറിയിട്ടുണ്ട്. ബാണാസുര അണക്കെട്ടടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് കൂടിയുള്ള പാതയാണ് തകർന്നിരിക്കുന്നത്. നടുതകരാൻ ഇതുവഴിയൊന്ന് യാത്ര ചെയ്താൽ മതി. കൽപ്പറ്റ മണിയങ്കോട് നിന്ന് ചൂരിയാറ്റ വരെ. മഴയ്ക്ക് മുമ്പേ തകർന്നതാണ് ഈ പാത. മഴ തുടങ്ങിയതോടെ റോഡിൽ കുളങ്ങളായി, ചെളി നിറഞ്ഞ കുളങ്ങൾ. മണിയങ്കോട് നിന്ന് വേങ്ങപ്പള്ളി, തെക്കുന്തറ, കാവുമന്തം, ബാണാസുര അണക്കെട്ടുള്ള പടിഞ്ഞാറെത്തറ എന്നിവിടങ്ങളിലേക്ക് ഇതുവഴി പോകാം. പക്ഷേ ശോച്യാവസ്ഥ കാരണം ഇപ്പോൾ വാഹനങ്ങൾക്ക് ഓടാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഇരുചക്ര വാഹനങ്ങളെയും ഓട്ടോറിക്ഷകളെയും ഒക്കെയാണ് ഏറെയും യാത്രാ ദുരിതം ബാധിക്കുന്നത്. ഒത്തിരി ആൾക്കാർ കുഴിയിൽ വീഴുകയും ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ സ്കൂട്ടറിൽ പോകുന്ന ആളും ബൈക്കിൽ പോകുന്ന ആളും വീഴുകയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷമായി ഈ ഒരു ഭാഗത്തേക്ക് വേണ്ടപ്പെട്ട അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഈ സ്കൂൾ തുറക്കുന്ന ഈ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഈ കാലവർഷം ആരംഭിക്കുന്ന കാലഘട്ടത്തിലെങ്കിലും ഈ ഒരു റോഡിൻ്റെ പണി നടത്തിയില്ലെങ്കിൽ വളരെ ശോചനീയമായിരിക്കും ഈ ഒരു ഭാഗത്തെ കാര്യങ്ങൾ. 2022 കുഴികൾ അടച്ച് നവീകരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അടഞ്ഞ കുഴികൾ തുറക്കപ്പെട്ടു. ഒപ്പം പുതിയ കുഴികളും റോഡിൽ നിറഞ്ഞു. മണിയങ്കോട്, നെടുനിലം, പൊന്നട തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് കൽപ്പറ്റ നഗരത്തിലെത്താൻ ആശ്രയം ഈ റോഡാണ്. കൽപ്പറ്റ കോട്ടത്തറ സ്വകാര്യ ബസ് സർവീസും ഇതുവഴിയുണ്ട്. റോഡിന്റെ സ്ഥിതി കാരണം സർവീസ് മുടങ്ങുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. മഴയ്ക്ക് മുമ്പെങ്കിലും ഈ പാതയിലെ കുഴികൾ അടയ്ക്കണമായിരുന്നു. അതുണ്ടായില്ല.
അതിനാൽ തന്നെ ദുരിതം ഏറുകയാണ്. മഴക്കാലം പിന്നിട്ട് കഴിഞ്ഞാലെങ്കിലും റോഡ് നവീകരിക്കാനുള്ള നടപടി ഉണ്ടാകുമോ? കാത്തിരുന്നു കാണാം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നാട്ടുകാരെന്താണ് പറയുന്നത്? കുഴികളടച്ചുള്ള താൽക്കാലിക നവീകരണം പ്രായോഗികമല്ല എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. എത്രയും വേഗം ശാശ്വത പരിഹാരം വേണമെന്നാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും പറയാനുള്ളത്. ചില പ്രതികരണങ്ങളിലേക്ക്. ഭയങ്കര കുണ്ടും കുഴിയാണ്. വണ്ടിക്കാരും ആൾക്കാരും എല്ലാം വീഴുന്നുണ്ട്. ആരും ഇതുവരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, നന്നാക്കുന്നില്ല. സ്കൂൾ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ അങ്ങനെ ചളിയിൽ മുങ്ങിയിട്ടാണ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആക്കിയിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഡെയിലി ഈ റോഡിന് ഒരു 4-5 പ്രാവശ്യം പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആഴ്ചയ്ക്ക് എന്താക്കണം, ഒരു 1500 രൂപേൻ്റെ പണിയെടുക്കണം സ്കൂട്ടറിന്. വണ്ടി ഓടി പൊളിയാണ്. ഒരു മാസം മുന്നേ ഇവിടെ ഒരു സ്കൂൾ ബസ് മറിഞ്ഞ് ഈ കട്ടർ കാരണം ആ കുഴിയിലേക്ക് പോയി. അതിന് ഭാഗ്യത്തിൽ എന്തായില്ല, കുട്ടികളുണ്ടായിരുന്നില്ല, ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടികളുള്ള സമയത്താണെങ്കിൽ ഒന്ന് ആലോചിച്ച് എത്ര കുട്ടികളുണ്ടാവും. ഇത് റോഡല്ലേ, ഇതെന്താ ഇപ്പോൾ പുഴയോ കുളമോ എന്താ പിന്നെ പറയാ, വാഴ നടാ. ഇവരോട് ഗവൺമെൻറ് ഒരു 10 കന്നിറക്കി തരികയാണെങ്കിൽ ഞങ്ങൾ നട്ടോളാം, വളത്തിന് പൈസയൊക്കെ ഞങ്ങൾ എടുത്തോളാം. കുറേ വർഷമായി ഈ റോഡ് ഇങ്ങനെ തന്നെ. അതിപ്പോൾ ചളി കാൽനട യാത്രക്കാരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ എങ്ങനെ വരിക? ഇത് ഞങ്ങൾ ഫ്രണ്ട് മാസമായി ഫ്രണ്ട് അയക്കുക, ഇതൊക്കെ സ്ഥിതി. പൈപ്പ് ലൈനൊക്കെ വന്നതിന് ശേഷം അപ്പം ഇങ്ങനെ കുഴിച്ചു മാന്തിയിട്ട് ചളിവിളിയാണ്. പിള്ളേർക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പറുകളൊക്കെ ഓടുന്നുണ്ട്, ചെളിയും വെളിയും പ്രശ്നമായിട്ട് എന്താ പറയുക, മൊത്തം നശിച്ച് കിടക്കുകയാണ് ഇപ്പോൾ സംഭവം. ഇപ്പോൾ ഒരാൾക്കൊരു ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെ കൽപ്പറ്റ കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ ആളെടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്ന ആൾ മരിച്ചു പോകും. ഒരു മഴ പെയ്തപ്പോഴും ഇങ്ങനെ ആകുമ്പോൾ വർഷക്കാലമായാൽ എന്താവും സ്ഥിതി? നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ സംവിധാനങ്ങളുടെ തടസ്സവാദം കാരണം മുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും? ഇടുക്കിയിലെ ഗ്രാമീണ മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് പ്രതിസന്ധിയാവുന്നത് വനംവകുപ്പിന്റെ തടസ്സവാദമാണ്. മൂലമറ്റം മുതൽ ഉളുപ്പൂണ്ണി വരെയുള്ള റോഡ് കടന്നുപോകുന്ന ഭൂമി വനംവകുപ്പിന്റേതാണ് എന്ന അവകാശവാദമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത്. വനംവകുപ്പിന്റെ തടസ്സവാദം മൂലം മേഖലയിലെ 800-ലധികം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്കും ഉപ്പുതറയ്ക്കും ഏലപ്പാറയ്ക്കും വാഗമണ്ണിലേക്കും എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. വനംവകുപ്പിന്റെ നിസാര പിടിവാശി കൊണ്ടാണ് ഈ വഴി ഇങ്ങനെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട് റോഡ് തന്നെയാണ്. ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ നല്ലൊരു റോഡുണ്ടായാൽ മതി. പതിപ്പള്ളി മുതൽ ഉളുപ്പുണി വരെയുള്ള റോഡിന് 40 വർഷം പഴക്കമുണ്ട്. ചെങ്കുത്തായ കയറ്റവും കൊടും വളവുകളുമുള്ള റോഡ് പുനർനിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് 9 കോടി രൂപ അനുവദിച്ചതോടെയാണ് വനം വകുപ്പ് തടസ്സവുമായെത്തിയത്. മേമുട്ടം വരെ 3 മീറ്റർ വീതിയിൽ റോഡുണ്ടെങ്കിലും തകരാതിരിക്കാൻ ഇരുവശങ്ങളും കല്ലുപാകി കോൺക്രീറ്റ് ചെയ്യണം. വനം വകുപ്പ് തടസ്സവുമായെത്തിയതോടെ ചെറുവാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി പോകുന്നത്. വനം വകുപ്പിൻ്റെ ഭൂമിയാണ്, അപ്പോൾ അവരുടെ അനുമതി വേണം എന്നാണ് വനം വകുപ്പ് പറയുന്നത്. പക്ഷേ വില്ലേജിലെ രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ബ്ലോക്ക് നമ്പർ 23-ൽപ്പെട്ട സർക്കാർ പുറമ്പോക്കാണെന്നാണ് അവർ പറയുന്നത്. അത് സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായ രേഖയെടുത്ത് വനം വകുപ്പിൻ്റെതായ ഭൂമിയാണെന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല, അവരുടെ കയ്യിൽ രേഖയുമില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഭൂമി റവന്യൂ പുറമ്പോക്കാണെന്നും വനം വകുപ്പിന് അവകാശമില്ലെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. റോഡിന് വീതി കൂട്ടിയാൽ സർവീസ് തുടങ്ങാമെന്ന് KSRTC ഉറപ്പു നൽകിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് കുളമാവ് കൂടി പോകുന്നതിലും 18 കിലോമീറ്റർ ലാഭമുണ്ട് ഈ വഴി. കാരണം ഇത് ഉപ്പുതറ ചെന്ന് കഴിഞ്ഞാൽ നേരെ കട്ടപ്പനയ്ക്ക് പോകാം. അപകടമില്ല, കലുങ്കുകളോ അതുപോലെ തന്നെ പാലങ്ങളോ ഒന്നും വേണ്ട, വളരെ എളുപ്പമുള്ള വഴിയാണിത്. ദൂരം ആദിവാസി കുടികൾ ഉൾപ്പെടുന്ന മേഖലയിലേക്ക് സുഗമമായി സഞ്ചരിക്കാൻ 8 മീറ്റർ വീതി വേണമെന്നാണ് കേരള പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ കണ്ടെത്തിയത്. വിനോദസഞ്ചാര മേഖലയ്ക്കും റോഡ് ഏറെ ഗുണകരമാകും. വാഗമണ്ണിലെ വിനോദസഞ്ചാര മേഖലയ്ക്കടക്കം ഏറ്റവും ഗുണകരമാകുന്ന വഴിയാണിത്. ഇതിലൂടെയുള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള മാറ്റം ഈ പ്രദേശത്തുണ്ടാകും. ക്യാമറമാൻ അദീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.
ഇനി ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും ഉൾപ്പെടുത്തി സ്പീഡ് ന്യൂസ് കാത്തിരിക്കുന്നുണ്ട്. ഇടവേള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.